ഞാൻ സിബി. എൻ്റെ ഓരോരോ അപ്പൻ ബേബിയും ഞാനും കട്ട കമ്പനിയാണ്. ലിറ്റിൽ ഹാർട്സ് എന്ന് പറഞ്ഞ എന്നെ സിനിമയുടെ പ്രസവിച്ചതും എൻ്റെ അമ്മ ഒരു ഞങ്ങളെ പാട്ടാണ് വിട്ട് നമ്മൾ തമ്പുരാൻ്റെ എടുക്കുന്നത്. അടുത്തേക്ക് പോയി. പിന്നെ എൻ്റെ അപ്പനും അമ്മയല്ല എനിക്ക് ഈ ഏറ്റവും ബേബി. ഇഷ്ടപ്പെട്ടു. ഞാനിത് കണ്ട സമയത്ത് ഞാൻ OTT-യിലാണ് ബേബി കണ്ടത്. ജോൺസൺ പപ്പയുടെ എനിക്ക് തോട്ടത്തിൽ ഏറ്റവും പണിയെടുത്ത ഇഷ്ടപ്പെട്ട ഒരു എന്നെ സിനിമയാണ്. വളർത്തിയത്. ജോൺസൺ പപ്പ പണ്ടേ കുറച്ച് മടിയനൊക്കെ ഇതിന്റെ ആയതുകൊണ്ട് തുടക്കത്തിൽ കംപ്ലീറ്റ് കാണിക്കുന്ന കാര്യങ്ങളും ഈ ബേബിയാണ് ആർട്ട് മറ്റു നോക്കിയത്. കാര്യങ്ങളൊക്കെ അങ്ങനെ വളരെ മസിലും വെളുപ്പിച്ച് രസകരമായിട്ടാണ് നടന്ന എൻ്റെ അവരത് അപ്പൻ ചെയ്തേക്കുന്നത്. പുഷ്പകണ്ഠത്തെ യുവ കർഷകനായി, പള്ളിവക ഡ്രൈവറിന്റെ നടത്തിപ്പുകാരൻ. അത് പറഞ്ഞപ്പോഴാ ജോൺസൺ പപ്പയും ബേബിയും 10ാം ക്ലാസ്സിൽ പഞ്ചഗുസ്തി കൂടിയ കൂട്ടായത്. ജോൺസൺ പപ്പയ്ക്കും അനിതോമ്മയ്ക്കും അവരുടെ മക്കളായ ഷാരോൺ ചേട്ടായും ശോശയും പോലെ തന്നെയാ ഞാനും. ഞങ്ങൾ ഒരുമിച്ചാ കളിച്ചു വളർന്നതൊക്കെ. ശോശ ഇച്ചിരി ദേശക്കാരിയൊക്കെ ആണേലും ഷാരോൺ ചേട്ടായി നേരെ തിരിച്ചാ. ചേട്ടാ ഇപ്പൊ UK-ലാ, ഇടക്കൊക്കെ വിളിക്കും. ശോശയാണെ പപ്പയും അമ്മയും വിട്ടുപോകാൻ മേലാത്തോണ്ട് നമ്മുടെ പുഷ്പണ്ണ സിറ്റിയിൽ തന്നെ ഒരു ബുട്ടിക്ക് നല്ല രസം അത്. ഞാൻ വലുതായപ്പോൾ ബേബിയും ജോൺസൺ പപ്പയും തോട്ടം പയ്യെ എന്നെ ഏൽപ്പിച്ച് വിശ്രമ ജീവിതം ആരംഭിച്ചു. ഈ പുഷ്പണ്ണ സിറ്റിയും ഞങ്ങളുടെ ഇടവകപ്പള്ളിയും നാട്ടുകാരും ഇവിടുത്തെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളും അതിൻ്റെ ചില സിമ്പിൾ പരിഹാരക്രിയകളൊക്കെയാണ് എൻ്റെ ലോകം. അതുകൊണ്ട് നാട്ടുകാർ എനിക്കൊരു ഓമനപ്പേരും തന്നിട്ടുണ്ട്, സിമ്പിൾ സിബിച്ച്. പിന്നെ ബേബി ഈയിടെയായിട്ട് ഇച്ചിരി ഉഴപ്പാണേലും എനിക്ക് ബേബി കഴിഞ്ഞിട്ടുള്ളൂ ഈ ലോകത്താരും. പക്ഷെ ഇപ്പൊ ബേബിക്ക് ഇൻസ്റ്റാഗ്രാം തലക്ക് പിടിച്ചേക്കുവാ. തലക്ക് പിടിച്ചത് പോട്ടെ, പക്ഷെ ഇപ്പൊ ഹൃദയത്തിലെ ഒരു കാര്യം കയറി പിടിച്ചേക്കുവാ. വയസ്സും പ്രായമൊക്കെ ആയപ്പോഴേ ഒരിളക്കം. ഈ ഇളകിയ ഹൃദയം തകർക്കാനാണോന്നറിയില്ല, ഒരാൾ കവലേന്നെ കുറ്റിയും പറിച്ച് പുറപ്പെട്ടിട്ടുണ്ട്. റൊമാൻസ് 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 നല്ല സ്ഥലം അല്ലേ? റൊമാൻസ് ബട്ട് റൊമാൻസ് ലൈക്സ് മീ. എത്രയോ ജന്മമായി അവൾ ചിരിച്ചാൽ ഇവനെ കാണുമ്പോഴേ ചിരി വരും. ഇതാരാണ് ഈ സമയത്ത്? ഇവനെ കാണുമ്പോൾ നമുക്ക് ദിലീപിന്റെ മായാമോഹിനി എന്ന് പറഞ്ഞ ആ സിനിമ ഓർമ്മ. ആളുണ്ടോ? മിക്ക സിനിമയിലും ഉണ്ട് ഇപ്പൊ. അമ്മേ, പഴയ അമ്പിയർ ഇല്ല. ഇപ്പൊ ബംഗാളി ഇല്ലാത്ത സിനിമയില്ല. അതിന് ഏറ്റിട്ടില്ലല്ലോ, ഏക്കണ്ടേ. മഴയ്ക്ക് മുമ്പ് വെട്ടിയിറക്കിയ സാമാനം കണ്ടവന്റെ വിലപ്പുറത്തിരിക്കും. ഒരു ചായ ഇട്ടുകൊണ്ട് വരാന്നും പറഞ്ഞു പോയതാ. ഇത് എന്നാ ചായയാണോ ഉണ്ടാക്കുന്നത്? ചായ ഇടാന്നാ പറഞ്ഞാ പോയില്ല. അത്യാവശ്യമായിട്ട് ഒന്നും പേടിക്കണ്ട, ചായ കുടിച്ച ഐഡിയ പെട്ടെന്ന് വരും. എനിക്കൊന്നും വേണ്ടായിരുന്നു. എന്താ ചേട്ടാ, നല്ല ചായ ടെൻഷൻ പോകും, എനർജി പവർ വരും. സിബിസ കുടിച്ചാ ഫുൾ പവർ മിലേगा. സിബിസ മാസല്ലേ. അക്ഷയന്റെ ചായ പോലെ. ക്ലാസിന്റെ നീളം നോക്കി ഇത്രേ ഉള്ളൂ. പുറത്തു വിടാണ്ട് വിട്ടിറക്കേണ്ട കാര്യമുള്ളൂ. സിബി, നീ ഉദ്ദേശിക്കുന്ന പോലെ അതത്ര സിമ്പിൾ അല്ലാന്ന്. കച്ചവടം 50 ഉറപ്പിച്ചിട്ട് അങ്ങോട്ട് വണ്ടിയിട്ട് പള്ളിപ്പടിക്ക് വെയിറ്റ് ചെയ്യാൻ പറ. സാധനം വെട്ടിയിറക്കി സിമ്പിൾ ആയിട്ട് നമ്മൾ താഴെ ഇറക്കും. എന്നാ അല്ലടാ കുടിക്കാൻ കൊടു. ഇത് കൊള്ളാലോ. അതാ പറഞ്ഞ. എന്നാ ഒന്നുമില്ലടാ. ഒന്നുമില്ല ഒന്നുമില്ല. അപ്പൊ എന്തുകൊണ്ടല്ലോ പാപ്പൻ ചേട്ടനോ? അല്ല, പാപ്പൻ ജയിച്ചു. എത്ര നേരം ഇരിക്കുന്നറിയാലോ അവനകത്ത്. അങ്ങനെയാണ് ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ബേബിയൊക്കെ പുറകോട് ഓടിയിട്ട് എത്ര നേരെ കാണും വെച്ചാ. അവനോട് ഞാൻ 10,000 വട്ടം പറഞ്ഞിട്ടുണ്ട് എൻ്റെ പെങ്ങളുമായിട്ട് ഇങ്ങനെ നാടിയിട്ടിരുന്നു. അത് തന്നെ ഞാനും പറയുന്നത്.
വെറുതെ നാട്ടുകാരെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കാൻ. നമുക്ക് അവരുടെ കല്യാണം കൂടെ നടത്തി കൊടുത്താലോ? എന്നെ ആരാ എന്നെ ഉണ്ടാക്കാനാ? അല്ലേ ചേട്ടാ? ആരാ എന്നെ ഉണ്ടാക്കണ? നീ പാപ്പം കാണിച്ചിടാം. ചുമ്മാ ഇരുപത് ചായ കുടിച്ച് Usha, musta na Sandy Krishna. Enalo kalyanam marani panna. Bahut achhi chahiye papa. എടാ നിന്റെ അമ്മക്കൊരു ചായ പാർസൽ ബംഗാളിലേക്ക് ബേബിയുടെ ചോദിച്ചില്ലേ ഞാൻ ഉടനെ അങ്ങ് മാറ്റി കൊടുക്കാം. ജോയി ഉണ്ടല്ലോ ദേ ഈ വിരൽ തുമ്പത്തുണ്ട്. ജസ്റ്റ് മിസ്. പാപ്പന്റെ തനി ഗുണമെന്നാന്ന് രണ്ടാണ് ഞാൻ കാണിച്ചു തരാടാ. മണാലിയിൽ ഞാൻ ജോയിനെ പൊക്കൂടാ. കെട്ടാൻ വന്നു കഴിഞ്ഞാൽ അവളെ എങ്ങനെ പ്രേമിക്കുന്നു കാണണം. ഇനി അവളെ കണ്ടു കഴിഞ്ഞാൽ അവന്റെ മുട്ടേനെ തന്നെ വിളിക്കുന്നു പറഞ്ഞാൽ. ചുവന്ന പൊട്ടൊരു സുഖമില്ല കാണാനേ. കറുത്തത് മതി. നോക്കിയേ, ഇച്ചിരി ഉള്ളത് കേട്ടോ. എനിക്കതാ ഇഷ്ടം. നഖം വെട്ടാറായല്ലോ വേവിച്ച. വെട്ടാറായ പിന്നെ വെട്ടിക്കളയാം. ഏലത്തിന്റെ മൂട്ടിലൊക്കെ ഇട്ട് ഇളക്കുന്നതല്ലേ, അഴുക്ക് കയറും. വെട്ടാം. ഓ കെയറിങ്. ആ ഈ കെയറിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു കാര്യം ആലോചിച്ചു. നമുക്ക് ഇൻസ്റ്റയിൽ ഒരു റീല് അതായത് ക്വസ്റ്റ്യൻസ് ഫോർ ബെസ്റ്റ് കപ്പിൾസ്. മനസ്സിലായില്ല? സീസിലി ഇൻസ്റ്റയിൽ ഇപ്പൊ ഇതാ ട്രെൻഡ്. ചെയ്താലോ? റീൽസും കളിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന അവസ്ഥയാണ് വേവിച്ച നമ്മുടെ. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഈ പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ വരുമ്പോഴാണ് കൂടുതൽ റീൽസ് ചെയ്യുന്നത്. ഒന്ന് കൂളാവും ബ്രോ. എന്താണ് ബ്രോ? ചില്ലാവും ബ്രോ. ചില സമയത്ത് നമ്മൾ തകർന്നിരിക്കുമ്പോഴേ ഇവന്മാരെ കൊണ്ട് എന്നെ സപ്പോർട്ടെന്ന് അറിയോ സിസിലി? എനിക്കെങ്ങും വയ്യ. എനിക്ക് പേടിയാ വേവിച്ച. നീ എന്നതിനെ എങ്ങനെ പേടിക്കുന്ന സിസിലി? എന്നാ പിന്നെ നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ ചെയ്യാം. എന്നാ അതാകുമ്പോ പിന്നെ കുഴപ്പമില്ലല്ലോ. ഞാനല്ലേ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? ചേട്ടാ ഒന്ന് മാറിക്കട്ടെ. ഈ മര്യാദ മോളെ ഈ ജോയി എന്ന് പറഞ്ഞാലേ മണാലി ഭാഷയിൽ വല്ല തെറിയോച്ചാണോ? ഞാൻ നോക്കുമ്പോ ഒത്ത പൊക്കമുള്ളവർത്തിന് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു. എന്ന് തോളത്തായിട്ട് തിരിച്ച് ജോയിയാണെന്ന് ചോദിക്കോ ഒരു പ്രാന്തനെ പോലെ അലറിക്കൊണ്ടവൻ എന്റെ കരണം വെച്ച് ഒരു ഒറ്റ കീറായിരുന്നു. ഇരുട്ടിന്ന് മൂളക്കം മാറാൻ വേണ്ടി ചെവി ഒന്ന് കുടഞ്ഞപ്പം ഒരു മിന്നാമിനിങ്ങനെ പോലെ പാറിപ്പോയി. ജസ്റ്റ് മിസ്. എന്റെ അപ്പനാണെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. എന്തായാലും അവനെ കൊണ്ടുവരും. വണ്ടി ഇടാ. കണ്ണ് വെച്ച് കഴിഞ്ഞാൽ അവനോട് ഒന്ന് ഇറങ്ങാൻ പോകും. അവിടെ പിടിച്ചോണ്ട് അവനും മണാലി ഇത്ര പെട്ടെന്ന് എന്നൊക്കെ പറഞ്ഞാലും ശരി, ഇപ്പോഴത്തെ ഈ പോക്ക് ബേബിക്ക് നല്ലതല്ല, സിസിലിക്ക് നല്ലതല്ല. ആ പാപ്പ ചാവുന്നവരെ നടത്താനും പോകുന്നില്ല. എന്ന് വെച്ച് പാപ്പ ചാകുന്നവരെ നോക്കിയിരിക്കാനും പോകും. എടാ നീ ചെന്നാ സിസിലിയെ കണ്ട് സംസാരിക്കണം. എന്നിട്ട് അവളോട് ലീഗലായിട്ട് ഒഴിയാൻ പറ. എന്നായാലും ആ ജോയി പോയിട്ട് കൊല്ലം ചാറായിരിക്കും. ഓർത്താ നീ ഭാഗ്യവാനാ. കെട്ടിച്ചുവിടാൻ പെങ്ങന്മാരൊന്നും ഇല്ലല്ലോ. ബേബിയെ കെട്ടിച്ചിറക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിനൊക്കെ നോക്കാം. പ്രായമായി വരുവാണല്ലോ. ആ പ്രായമായി വരിക. എന്നാ ഇവിടുത്തെ ചെറുക്കൻ്റെ കാര്യമോ ഞാൻ പറയുന്നത്? ഇവരെക്കാട്ടി തലമൂത്ത ഒരുത്തൻ ഇവിടെ ഉണ്ട്. വല്ല ഓർമ്മയുണ്ടോ? എത്ര കൊല്ലം കഴിഞ്ഞിട്ടാ ഷാരോൺ ഇങ്ങോട്ടൊന്ന് വരുന്നേ? കൊല്ലം കേട്ട് നടന്നില്ലേ പിന്നെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെങ്ങനെ ഇവിടെ ഉള്ളവർക്ക് ചൂട് വേണ്ടേ? മമ്മി ഇങ്ങനെ പടങ്ങല്ലേ? നമ്മൾ എന്നാ തോണം നടത്തിയിരിക്കും. ആ നിനക്കെങ്കിലും ആ വിചാരം ഉണ്ടല്ലോ. 50K. എന്നാലും നീ ബാങ്കിൽ പോകുന്നുണ്ടല്ലോ. എനിക്കൊരു 50,000 രൂപ വേണം. ഇത്തവണത്തെ കോട്ട കഴിഞ്ഞു. ഇനിയിപ്പോ സ്പെഷ്യൽ പെർമിഷൻ ഇല്ലാതെ ഒന്നും നടക്കില്ല. പിന്നെ ശോശയും കൊടുത്തോണ്ട് ഒരു 30. മമ്മി കണക്കോ ഇതെല്ലാം ചേക്കടെ കൊണ്ട് മുട്ടിക്കും. കൊടുത്തേ അവളുടെ ബുട്ടീക്കിന്റെ ഫോട്ടോഷൂട്ടിന് കൊടുക്കണ്ട. ആ കൊടുത്തു. സബാഷ്. ഇതൊക്കെ നല്ല സ്ഥലങ്ങളാണ്. ഇതൊക്കെ ഇവരെവിടെ പോയി എടുത്താൽ മതി. ഇതൊക്കെ സിബി, ഞാൻ ആ ബുട്ടിക്ക് അങ്ങോട്ട് കൂട്ടിയാലോ? അതിനകത്തിന് സർവീസ് സഹകരണ ബ്ലോസം ബുട്ടി എന്ന് പെരുമാറ്റത്തിലാന്ന് പ്രശ്നമല്ലേ ഉള്ളൂ. അതാവുമ്പോ കല്യാണത്തിനും നൂല് കെട്ടിനും നാട്ടുകാർക്കാകെ 100 രൂപയുടെ ഒട്ടക്ലാസിന്റെ ലെവല് വരും. നീ ഈ കൊണ്ടിറക്കുന്ന ഇങ്ങനത്തെ ഫാഷൻ ഡ്രസ്സ് കിട്ടുന്ന ആൾക്കാർക്ക് പരിപാടി വിടാലോ.
ഇത് എന്നാ ഡ്രസ്സൊക്കെയാ ജോഷി ഇത്? ചുരിദാർ അതുള്ളൂ. ശോശി, നീ ഈ പരീക്ഷണ ജീവിതം അവസാനിപ്പിച്ചിട്ട് എന്തെങ്കിലും ബുദ്ധിപൂർവ്വം ചെയ്യും. കാര്യം നിനക്ക് ഇച്ചിരി ബുദ്ധിയുടെ ഓർമ്മണെന്ന് എനിക്കറിയാമെങ്കിലും നീ എന്നോടൊരു ഐഡിയ ചോദിക്കാതെ ഞാൻ എങ്ങനെ നിന്നോടൊരു ഐഡിയ പറയും? ചോദിക്കും. എടി, നീ ഈ ജാട ചോടിക്കട പരിപാടിയൊക്കെ നിർത്തിയിട്ട് അന്തസ്സായിട്ട് നമ്മുടെ ഏലത്തിന്റെ എക്സ്പോർട്ട് ഇങ്ങോട്ട് തുടങ്ങാം. ശോശാസ് കാൻഡിമാൻ എക്സ്പോർട്ട്. കാടമോ that is it. ഒരു ഇൻഡിപെൻഡന്റ് ഓൺട്രപ്രണർഷിപ്പ്, അതാണ് എനിക്ക് താല്പര്യം. ഈ സ്റ്റാർബക്സ്, മെക്ഡി അതിൻ്റെ ഒക്കെ ഫ്രാഞ്ചൈസ് ഇല്ലേ? അല്ലെങ്കിൽ ഒരു ഹൈ ടെക് കഫേ, ഈ പേസ്ട്രീസ്, ഡോനട്സ്, ഹോട്ട് ഡോഗ്. നീ എലോൺ മസ്ക് എന്ന് കേട്ടിട്ടുണ്ടോ? അതിന് വല്ല സ്പ്രേ ആണ്. ഇവനോടൊക്കെ എന്താ പറയാനോ. നീ ഒന്നും പറയാനില്ല.